ഹലോ എല്ലാവർക്കും വെൽക്കം ടു ആർക്കെം റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്. ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ വെജിറ്റബിൾ എല്ലാം ഒരു 4 ടൈപ്പ് വെജിറ്റബിൾ ഒന്ന് കട്ടാക്കി ക്ലീൻ ചെയ്ത് വെക്കണം. ഇനി കുറച്ച് സോയാബീൻ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇവിടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഇനി നമുക്ക് സോയാബീൻ ഒന്ന് മസാല അടിച്ച് വെക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി അല്പം, കുറച്ച് ഗരം മസാല പൊടി, അല്പം ഉപ്പിടാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് കൂടി ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ ഉള്ള പാത്രം ഒന്ന് വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഗരം മസാലാസ് എല്ലാം ഇട്ട് കൊടുക്കുക, ഡ്രൈ ആയിട്ടുള്ളത്. പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച്. നമ്മൾ മസാല അടിച്ച് വെച്ച സോയാബീൻ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയിൽ. ഇനി മാഗി ക്യൂബ്സ്, വെജിറ്റബിൾ മാഗി ക്യൂബാണ് എടുത്തുള്ളത്, അതൊന്ന് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഒന്നിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അല്പം വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു കൊടുക്കും. പച്ചക്കറിയൊക്കെ ഒന്ന് പകുതി ഒന്ന് വെന്ത് കിട്ടണം. പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വെന്ത് ഇനി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച റൈസ് ഒന്നിട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്, അതിന് മുമ്പ് റൈസ് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റൈസൊക്കെ നന്നായിട്ട് മിക്സാണ്. അതിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പിന് 2 കപ്പാണ് വെള്ളം വേണ്ടത്. ചെറുനാരങ്ങ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. അല്പം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് വേകുന്നുണ്ട് റൈസ്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഏകദേശം കുറക്കണം. റൈസ് വേകുന്നുണ്ട്. അവിടെ റൈസ് ദമ്മാവും വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതിലൊരു സലാഡ് ഉണ്ടാക്കിയെടുക്കാം. റൈസൊക്കെ ഏകദേശം വെന്ത് റെഡിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെജ് പലാവ് റെസിപ്പിയാണ്. നിങ്ങളും കൂടി വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.